ബലാത്സംഗ കേസുകൾ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ അയോഗ്യതാ പരാതിയെ നിയമസഭയിൽ UDF എതിർക്കും. എത്തിക്സ് കമ്മിറ്റിയിലൂടെയുള്ള അയോഗ്യതാ നീക്കം ശരിയല്ല എന്നാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും പരാതികളും ഉയർന്നതിനു ശേഷം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാടിന് അനുകൂല സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിയമസഭയിലെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ നടപടി, ആ നടപടി ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിൽ ഒരു നടപടി എടുക്കുവാൻ ഈ കമ്മിറ്റിക്ക് കഴിയില്ല. ഈ കീഴ്വഴക്കം അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും UDF പാർലമെന്ററി യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി എടുക്കുന്ന, അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ ശക്തമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കുന്നതിനെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഗൗരിയമ്മയ്ക്കെതിരെ PC ജോർജ് അടക്കം ചില ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ ഇത്തരം നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു നിലപാട് ഉണ്ടായി. ആ കീഴ്വഴക്കം തന്നെ ഇപ്പോൾ പാലിച്ചാൽ മതി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും DK മുരളി MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ UDF രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ഒപ്പം നിൽക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ നടപടി എതിർക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.